അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഉമ്മി&me. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ബർഗർ പൊറോട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തു നോക്കിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. അതിനുവേണ്ടി 4 പൊറോട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോസാണ്. ഇത് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് ഒറിഗാനോ മിക്സ് ചെയ്തതാണ്. ഇനി അടുത്തത് ബീഫാണ്. ബീഫ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഗ്രേറ്റഡ് ക്യാരറ്റ്, പിന്നെ ചീസിൻ്റെ 2 സ്ലൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട ബുൾസൈ. വേണ്ടത് നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ പൊറോട്ട വെച്ച് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് സോസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സോസ് തന്നെ വേണമെന്നില്ല കേട്ടോ, ഏത് സോസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ടൊമാറ്റോ കെച്ചപ്പ് മാത്രമായാലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം. ഇനി രണ്ടാമത്തെ പൊറോട്ടയും വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബീഫിൻ്റെ ഗ്രേവി ഇട്ട് കൊടുക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. പിന്നെ മൂന്നാമത്തെ പൊറോട്ട വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഈ സോസ് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെയറിങ് ചെയ്യാം. ബീഫായാലും ചിക്കനോ എന്ത് വേണമെങ്കിലും നമുക്ക് ലെയറിങ് ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസും ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ബുൾസൈ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ചീസ് സ്ലൈസസ് വെച്ച് കൊടുക്കാം. സ്ലൈസ് അല്ലെങ്കിൽ നോർമൽ ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ലെയർ ഓഫ് പൊറോട്ട വയ്ക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടുകൊണ്ട് തന്നെ ചീസൊക്കെ മെൽറ്റായി നല്ല സെറ്റായി വരും. ഇപ്പോൾ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, അടിഭാഗമൊക്കെ ചെറുതായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടാവും. മുകളിൽ നല്ല സോഫ്റ്റും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അങ്ങനെ എപ്പോഴും പൊറോട്ട കഴിക്കുന്ന അത്ര ഹെൽത്തി ഒന്നുമല്ല, എന്നാലും വല്ലപ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.